പ്രാദേശിക വാർത്തയിലേക്ക് മടങ്ങി വരാം. ബൈസൺ വാലി സ്വദേശികളായ സുധീഷും ഇളയച്ചനായ മനോജും ഒരു വലിയ നേട്ടത്തിന്റെ നെറുകയിലാണ്. ഏറ്റവും കുറഞ്ഞ ദിവസം കൊണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തിയ ശേഷം തിരിച്ചിറങ്ങി എന്ന നേട്ടമാണ് ഇവർ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നത്. യാത്രകളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഇവർക്ക് ഇനിയും കീഴടക്കാൻ സ്വപ്നങ്ങളുടെ 1000 കൊടുമുടികളുണ്ട്. കുടിയേറ്റ ഗ്രാമമായ ബൈസൺ വാലിയിൽ ഏറ്റവും ഉയരമുള്ള മല ചൊക്രമുടിയാണ്. ചെറുപ്രായത്തിൽ മാതാപിതാക്കളെ നഷ്ടമായ ബൈസൺ വാലി പുല്ലൻ പറമ്പിൽ സുധീഷിന്റെ മുന്നിലെ പ്രതിസന്ധികൾക്കും ചൊക്രമുടിയുടെ അത്ര ഉയരമുണ്ടായിരുന്നു. ആകാശത്തോളം സ്വപ്നം കണ്ട സുധീഷ് ആ പ്രതിസന്ധികളെ സാഹസികത കൊണ്ട് തരണം ചെയ്തു. ഇപ്പോൾ വീണ്ടും ഒരു നേട്ടത്തിന്റെ നെറുകയിലാണ് സുധീഷും ഇളയച്ചനായ മനോജും. ഏറ്റവും കുറഞ്ഞ ദിവസം കൊണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തിയ ശേഷം തിരിച്ചിറങ്ങിയെന്ന നേട്ടമാണ് ഇവർ കൈപ്പിടിയിൽ ഒതുക്കിയത്. സാധാരണയായി 14 ദിവസമെങ്കിലും ബേസ് ക്യാമ്പിലേക്കുള്ള യാത്രയ്ക്ക് ആവശ്യമാണ്. എന്നാൽ സുധീഷും മനോജും ലക്ഷദ്വീപ് സ്വദേശിയായ ഫയാസും ചേർന്ന് 7 ദിവസം കൊണ്ടാണ് ബേസ് ക്യാമ്പിലെത്തി മടങ്ങിയത്. എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തുന്ന ആദ്യത്തെ ലക്ഷദ്വീപ് സ്വദേശിയാണ് 22-കാരനായ ഫയാസ്. ഓരോ സീസൺ അനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് ക്ലോത്തിങ്ങിലൊക്കെ ഡ്രസ്സ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പിനനുസരിച്ച് ആവശ്യത്തിനുള്ള സാധനങ്ങൾ വേണം. പിന്നെ ഏകദേശം ഒരു ദിവസം ഒരാൾക്ക് ഒരു 2000 രൂപ നേപ്പാൾ പൈസ പ്രതീക്ഷിച്ചാണ് പോകേണ്ടത്. അപ്പോൾ 10, 12, 13 ദിവസമൊക്കെ എടുക്കും സാധാരണഗതിയിൽ ആൾക്കാർ പോയിട്ട് വരാൻ. അപ്പോൾ അതിനനുസരിച്ചുള്ള പൈസ കരുതണം. പിന്നെ നന്നായിട്ട് നടക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് നല്ലത്. ഇല്ലെങ്കിൽ ഒരു 10-20 ദിവസമെങ്കിലും ഒരു എക്സസൈസോ ഒരു ജോഗിങ്ങോ ഒക്കെ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ പോകാൻ പറ്റും. സ്റ്റോക്ക് കാൻഗിരി കൊടുമുടി കയറാൻ കശ്മീരിലെ ലഡാക്കിലെത്തിയതാണ് സുധീഷ്. പല സമയങ്ങളിലായി 20 തവണ കാൻഗിരി കീഴടക്കിയ സുധീഷ് ലഡാക്കിൽ തന്നെ താമസമാക്കി. 5 വർഷം മുൻപ് സുധീഷും ഭാര്യ ജോഷ്നയും ചേർന്ന് ലഡാക്കിൽ ട്രാവൽ ഏജൻസിയും റെസ്റ്റോറന്റും ആരംഭിച്ചു. യാത്രകളെ ഏറെ ഇഷ്ടപ്പെടുന്ന ഇരുവരും ഇന്ത്യയിൽ ഇനി കാണാത്ത സ്ഥലങ്ങളില്ല. 1.5 വർഷം മുൻപ് ജോഷ്ന സ്കൂട്ടറിൽ ലഡാക്കിന് സമീപത്തെ ഗർദുംല മുതൽ കുട്ടനാട് വരെ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിരുന്നു. സുധീഷിന്റെ ഇളയച്ചനായ മനോജ് മൂന്നാറിൽ ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്നയാളാണ്. യാത്രകളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഇവർക്ക് ഇനിയും കീഴടക്കാൻ സ്വപ്നങ്ങളുടെ 1000 കൊടുമുടികളുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.